എയർ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ആണ് ഞാൻ നോക്കുന്നത്. നമ്മൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എയർക്രാഫ്റ്റിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ എന്തുവാണ്, എങ്ങനെ നമുക്ക് റെഫ്രിജറേഷൻ നടത്താം, ആ എയറിനെ നമുക്ക് എങ്ങനെ റെഫ്രിജറേഷൻ നടത്താം എന്നുള്ള സാധനം. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ നോർമലി ഒരു ഹെവി എയർക്രാഫ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് 8 tons ഓഫ് റെഫ്രിജറേഷനൊക്കെ നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് ആവശ്യമായിട്ട് വരും. എയർ ഉപയോഗിച്ച് തന്നെ റെഫ്രിജറേഷൻ എഫക്റ്റ് നടത്തുവാണെങ്കിൽ നമ്മളിപ്പോൾ വേറെ ഒരു എക്സ്ട്രാ ബ്രൈൻ്റെ ഇത് നോൺ കോൺടാക്റ്റ് ടൈപ്പ് അല്ല ഓപ്പൺ ടൈപ്പ് റെഫ്രിജറേഷൻ ടൈപ്പ് സിസ്റ്റം എന്ന് നമ്മൾ ആദ്യമേ പഠിച്ച സാധനം, ഡയറക്റ്റ് എയറിനെ കൂൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എയർ ക്യാബിനിലേക്ക് കൊടുക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഹീറ്റഡ് ആയിട്ടുള്ള സാധനത്തിന് നമ്മളെടുത്ത് റിമൂവ് ചെയ്ത് കളയുന്നു എയർ ക്യാബിനിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഹീറ്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. നമുക്ക് ഡയറക്റ്റ് എയർ കൂളിംഗ് സിസ്റ്റമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാനായിട്ട് പറ്റും, ഈ ഓപ്പൺ എയർ കൂളിംഗ് സിസ്റ്റമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള എയർ കൂളിംഗ് സിസ്റ്റംസിൻ്റെ റെഫ്രിജറേഷൻ സിസ്റ്റംസിൻ്റെ എന്താണ് മെറിറ്റ്സ് എന്ന് വെച്ചാൽ, എയർ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഈസിലി അവൈലബിൾ ആണ്. എയർ ഈസ് നോൺ ടോക്സിക് ആണ്. പിന്നെ അതുകൊണ്ട് നോൺ ഇൻഫ്ലെയിമബിളും ആണ്, കത്തിപ്പോകത്തില്ല. ലീക്കേജ് ഓഫ് എയർ ഒക്കെ വളരെ ചെറുതായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഒരു വലിയ സംഭവമൊന്നുമല്ല. എയർ ഈസ് ലൈറ്റ് വെയ്റ്റ്, അതുകൊണ്ട് പെർ ടൺസ് ഓഫ് റെഫ്രിജറേഷൻ ഭയങ്കര നമുക്ക് കൂടുതലായിരിക്കും. ഇത് ചിൽഡ് എയർ ഈസ് ഡയറക്ട്ലി യൂസ്ഡ് ഫോർ കൂളിങ്ങിന് വേണ്ടി നമ്മൾ ഡയറക്റ്റ്, അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് മുകളിൽ കൂടി വരുന്ന എയർ എന്ന് പറയുന്നത്, ചിൽഡ് എയർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മളിലേക്ക് എത്തുവാണ്. കൂളിങ്ങിന് വേണ്ടി നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളിലേക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് ഉണ്ടാകുന്ന ഹീറ്റ് ഇൻക്രീസ്ഡ് ഹീറ്റ്, അതായത് ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടാകുന്ന എയറിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ദെയർബൈ എലിമിനേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് സെപ്പറേറ്റ്, അത് വേറെ ഇവാപ്പറേറ്റർ ഒന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എയറിനെ സപ്ലൈ ചെയ്താണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, കംഫർട്ടബിൾ ആക്കുന്നത്, കൂളാക്കുന്നത്. ആൻഡ് സിൻസ് ദ പ്രഷർ ഇൻ്റെ ഹോൾ സിസ്റ്റം വളരെ ചെറുതായതുകൊണ്ട് ഇത് ഈസി ടു ഹാൻഡിൽ ഡിസൈൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഫാബ്രിക്കിൻ്റെ ഡിമെറിറ്റ്സ്, ലോ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് COP കുറവായിരിക്കും ഓഫ് കോഴ്സ്. പിന്നെ ദ റേറ്റ് ഓഫ് എയർ സർക്കുലേഷൻ ഈസ് റിലേറ്റീവ്ലി ലാർജ്, എയർ സർക്കുലേഷൻ റേറ്റ് ഭയങ്കര കൂടുതൽ. കാര്യം നമ്മൾ ഹീറ്റ് എയർ അതിനകത്തേക്ക് കൊടുത്ത് ആ കൂൾഡ് എയറിനെ നമ്മൾ എന്ത് ചെയ്ത് കളയാൻ വേണം, കൂൾഡ് എയറിനെ നമ്മൾ ഡയറക്റ്റ് സപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ ചെറിയൊരു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ കൂൾഡ് എയർ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ ഉള്ള ഹീറ്റഡ് പാർട്ടിക്കിൾസ് ലൈക്ക് നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു നോക്കുക. അപ്പോൾ അങ്ങനെ സമയം അല്ലെങ്കിൽ അവിടുത്തെ ബാക്കി കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ കുറേ ബോഡികളുണ്ടാവുമല്ലോ, നമ്മൾ സപ്ലൈ ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്ന ബോഡിയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് അതിനടുത്ത് കളയുകയാണ്. അപ്പം ക്വാണ്ടിറ്റി ഓഫ് എയർ ഹാൻഡിൽ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ മെത്തേഡ്സ് ഓഫ് എയർ റെഫ്രിജറേഷൻ സൈക്കിളിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റമാണ് നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്ന സാധനം. ആ സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റത്തിൽ വരുന്ന മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് അവിടെ ഒരു ഗ്യാസ് ടർബൈൻ ഉണ്ടാവും, ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ടാവും, കൂളിംഗ് ടർബൈൻ ഉണ്ടാവും, കൂളിംഗ് എയർ ഫ്രൈ ഉണ്ടാവും. അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമ്മളിപ്പോൾ ഒരു പുറത്തുനിന്നുള്ള എയർ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ പ്രഷറിലുള്ള എയർ എന്ന് പറയുന്നത് ഹൈ വെലോസിറ്റിയിൽ വന്ന് ഇതിനകത്തേക്ക് കയറുവാണ്. അപ്പോൾ വെലോസിറ്റിയിൽ നിന്ന് ഇതിലേക്ക് കയറുമ്പോൾ സംഭവിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഉള്ള എയറിന് കൈനറ്റിക് എനർജി ഉണ്ട്. ഇറ്റ് ഈസ് ടേക്കൺ ഇൻ ടു ദ എയർ റെഫ്രിജറേഷൻ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, എയർക്രാഫ്റ്റിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കയറ്റുവാണ്. ഈ എയർക്രാഫ്റ്റിനകത്തേക്ക് കയറ്റുമ്പോഴത്തേക്കുള്ള സംഭവം എന്ന് പറയുന്നത് ദർ വിൽ ബി എ റാമിംഗ് എഫക്റ്റ്. റാമിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൈനറ്റിക് എനർജി 0യിലേക്ക് പോകുന്നു നോക്കുക. അപ്പോൾ ഈ കൈനറ്റിക് എനർജി 0യിലേക്ക് പോകുന്നത് ആക്ച്വലി അവിടെ എൻതാൽപ്പി, ഈ ഒരു എയറിൻ്റെ എൻതാൽപ്പിയിലേക്കാണ് അത് എന്ത് ചെയ്യപ്പെടുന്നത്, ആഡ് ചെയ്യപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ കൂടുതലായിട്ട് പിന്നീട് പറയാം. അപ്പോൾ ഈ കൈനറ്റിക് എനർജി ചുരുക്കി പറഞ്ഞാൽ അവിടെ കൈനറ്റിക് എനർജി ചേഞ്ച് ആകുമ്പോൾ അവിടെ പ്രഷർ എനർജി കൂടും. ആ പ്രഷർ ഈ ക്യാബിനകത്തേക്ക് നമ്മുടെ ക്യാബിനല്ല, നമ്മുടെ എയർക്രാഫ്റ്റിനകത്തേക്ക് കയറുമ്പോൾ, അതായത് പുറത്തുള്ള ആംബിയൻ്റ് എയർ എന്ന് പറയുന്നത് നമ്മുടെ എയർക്രാഫ്റ്റിനകത്തേക്ക് വരുമ്പോൾ, എയർക്രാഫ്റ്റിൻ്റെ ഈ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്തേക്ക് കയറുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി റിഡക്ഷൻ ഉണ്ടാകുന്നു. കൈനറ്റിക് എനർജി റിഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രഷർ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അത് പ്രഷർ എനർജി ഇൻക്രീസ് ഉണ്ടാകുന്നു. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ഉണ്ടാകുന്നത് വെറുതെ നമ്മൾ ആ ഒരു പുറത്തൂടെ ഒരു വെലോസിറ്റിയിലുള്ള റിലേറ്റീവ് വെലോസിറ്റിയിലുള്ള എയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഇൻക്രീസിനെയാണ് നമ്മൾ റാമിംഗ് എന്ന് വിളിക്കുന്നത്, റാമിംഗ് പ്രോസസ്സ് എന്ന് വിളിക്കും. ഈ റാമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻക്രീസ് ഇൻ പ്രഷർ, അതായത് പ്രഷറിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ് എന്ന് ആലോചിക്കുക. ആ പ്രഷറിൽ ഇൻക്രീസ് ഉണ്ടാകുന്ന കാര്യം എന്താൽപ്പി ഇൻക്രീസ് ആണ്, അത് നമുക്ക് പിന്നെ പറയാം. ഈ റാമിംഗ് പ്രോസസ്സിൽ സംഭവിക്കുന്ന എയറിനെ ഇവിടെ ഒരു മെയിൻ കംപ്രസറുണ്ട്. ഇതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത്. ഈ കംപ്രസർ എന്ന് പറയുന്നത് ഇതിനെ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. അതായത് ഈ 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള എയറിനെ ഇതിനെ കംപ്രസ് ചെയ്ത് 3 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടെത്തിക്കും. ഈ കംപ്രസ്ഡ് എയറിൽ ഒരു പോർഷൻ കംപ്രസ് ചെയ്തതിന് ശേഷം ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എയറായി. നമുക്ക് കംപ്രസർ അത്യാവശ്യമാണ്, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലെ ഹീറ്റ് റിജക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ എയറുള്ള സാധനത്തിന് നമുക്ക് ഈ ഫുള്ള് ഈ ഒരു സിസ്റ്റത്തിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കംപ്രസ് ചെയ്തു. എന്നിട്ട് ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിലേക്ക് ഇടുമെന്ന് പറയുമോ, നമ്മൾ നേരെ ഗ്യാസ് ടർബൈനിലേക്ക് വിടും. ഗ്യാസ് ടർബൈനിലേക്ക് വിടുന്ന ഈ ടർബൈൻ പ്രവർത്തിച്ചാണ് ഈ മെയിൻ കംപ്രസർ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പിന്നെ ഇപ്പോൾ ആലോചിക്കേണ്ട, വി ഹാവ് എ സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് ആംബിയൻ്റ് എയർ കമ്മിങ് ഇൻ ടു ദ
എന്താണ് റെഫ്രിജറേഷൻ സിസ്റ്റം, ദെൻ ദർ വിൽ ബി എ പ്രഷർ ഇൻക്രീസ് ഹാപ്പനിങ്, ദാറ്റ് മീൻസ് 1 to 2, ദാറ്റ് മീൻസ് കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ലൈറ്റ് പ്രഷർ ഇൻക്രീസ് ഇൻ പ്രഷറാണ് നമ്മളെന്താണ് റാമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ 1 to 2 ആയിരുന്നു മെയിൻ കംപ്രഷറാണ് അവിടെ പ്രഷർ ഇൻക്രീസ് സംഭവിക്കുന്നതെങ്കിൽ ഈ മെയിൻ കംപ്രസറിലേക്ക് കയറുന്നതിന് മുമ്പ് താഴെ ഒരു ഇൻക്രീസ് ഇൻ പ്രഷർ ഉണ്ട് എന്ന് മാത്രമാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു ഈ മെയിൻ കംപ്രസർ ഈ റാംഡ് എയറിനെ ഡ്രോൺ ചെയ്ത് ആ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിലേക്ക് എത്തിക്കുന്നു. കംപ്രസർ വർക്ക് ചെയ്യുന്ന ഒരു ടർബൈൻ മുഖേനയാണ്, അത് പിന്നെ നമ്മളിപ്പോൾ നോക്കേണ്ട ചെയ്യുന്നു. ഈ കംപ്രസറിൽ നിന്ന് കിട്ടുന്ന പുറത്തുള്ള എയർ ഉപയോഗിച്ച് തന്നെ ഈ ടർബൈൻ, നമ്മളിപ്പോൾ ഏതൊരു ഗ്യാസ് ടർബൈൻ സൈക്കിളല്ലേ, കംപ്രഷൻ ചേമ്പർ ഗ്യാസ് ടർബൈൻ സൈക്കിൾ ഈ ടർബൈൻ റൺ ചെയ്യിച്ച് ഈ കംപ്രസർ റൺ ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് അവിടെ അങ്ങ് തീർന്നുള്ളൂ. നമ്മളിപ്പോൾ മെയിൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഇതുമായിട്ട് വരുമ്പോൾ ഈ മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന ഈ എയറിനെ നമ്മൾ നേരെ കൊടുക്കുന്ന ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലാണ്. അത് ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കൂളിംഗ് പ്രോസസ്സാണല്ലോ. അതായത് നമ്മളിവിടെ പഠിച്ച അതേ സാധനം തന്നെയാണ്. അതായത് കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൂളിംഗ് നടക്കണം. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കൊടുക്കും. ആ കൂളിങ്ങിന് കാരണം ഈ റാംഡ് എയറാണ്. അതായത് അവിടെ ഉണ്ടായ ആ എയർ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇതിനെ ആദ്യം സർക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു റിഡക്ഷൻ ഇൻ എന്തുണ്ടാവും, ടെമ്പറേച്ചർ ഉണ്ടാവും. ആ കൂളിംഗ് നടത്തുന്ന ഈ റാംഡ് എയർ ഇങ്ങോട്ട് പോകുന്നു, അതേപോലെ ഇവിടെ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്കും കുറച്ച് പോർഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചർ ഇതിന് കൂടുതൽ, ഇവിടെ നിന്ന് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ കൂടുതലും ഈ റാംഡ് എയറിൻ്റെ ടെമ്പറേച്ചർ കുറവാണ്. കാര്യം ഇവിടെ കൂടെ വരുന്ന എയർ എന്ന് പറയുന്നത് എന്തിന് ശേഷം വരുന്ന എയറാണ്, ഈ ഒരു കംപ്രസറിനെ കംപ്രസ് ചെയ്തതിന് ശേഷം വരുന്ന എയറാണ്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ T3 എന്ന് പറയുന്ന വലിയ ടെമ്പറേച്ചറും ഈ ഒരു ടെമ്പറേച്ചർ T2 എന്ന് പറഞ്ഞാൽ ചെറിയ ടെമ്പറേച്ചറുമാണ്. അപ്പോൾ വലിയ ടെമ്പറേച്ചറിൽ നിന്ന് ചെറിയ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും. ദാറ്റ് മീൻസ് ഈ നമ്മുടെ വരുന്ന ഈ കംപ്രസ്ഡ് എയറിൽ നിന്ന് ഈ ഒരു റാംഡ് എയറിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്ത് ആ ഹീറ്റും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എയർ പുറത്തേക്ക് പോകുന്നത്. ഈ റാംഡ് എയർ കുറച്ച് പോർഷൻ പുറത്തേക്ക് എടുത്ത് കളയും. പുറത്തേക്ക് എടുത്ത് കളയുന്നതിന് വേണ്ടി കൂളിംഗ് എയർ ഫാൻ വെച്ചിട്ടുണ്ട്. ഈ എയർ ഫാൻ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ ആ എയറിനെ എടുത്ത് കളയും. അപ്പോൾ ഈ റാം എയറിൻ്റെ രണ്ട് ഫ്ലോ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്ന്, ഈ കംപ്രസർ മുഖേന എന്ത് ചെയ്യുന്നു, മെയിൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്തേക്കുള്ള പൈപ്പിൽ കൂടെ ഉള്ള ഫ്ലോ. രണ്ടാമത്തെ, ഈ റാം എയറിൻ്റെ ഒരു പോർഷൻ നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടെ കയറി ആ കംപ്രസ്ഡ് എയർ എന്നുള്ള ഹീറ്റും കൂടെ അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഫ്ലോ. പിന്നെ ഈ റാംഡ് എയറിൻ്റെ നമ്മുടെ കംപ്രസറിൽ കയറിയ എയറിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്ത് ചെയ്യുന്നു, ഗ്യാസ് ടർബൈൻ സൈക്കിൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കാര്യം എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട്, കംപ്രസർ കണ്ടിന്യൂസ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി തീർന്നില്ല. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പോൾ അതിനെ കൂളിംഗ് നടത്തി ഇതിന് പുറത്ത് വരുന്ന സാധനം, അതായത് 3 എന്ന് പറയുന്നതിൽ നിന്ന് കൂളിംഗ് നടന്ന് ഈ 3 എന്ന് പറയുന്ന പോർഷനുള്ള എയറിനെ കൂളിംഗ് നടന്ന് ഇവിടെ 4 എന്ന് പറയുന്ന പോർഷനിൽ കൊണ്ട് എത്തിച്ചാൽ പിന്നെ വീണ്ടും നമ്മളൊരു എക്സ്പാൻഷൻ വാൽവ് ഉപയോഗിക്കും. എക്സ്പാൻഷൻ വാൽവ് നമ്മൾ പറഞ്ഞു, എക്സ്പാൻഷൻ ഉപയോഗിക്കും നമ്മൾ ഹീറ്റ് റിയാക്ഷൻ കഴിഞ്ഞ് പിന്നെ എക്സ്പാൻഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടർബൈൻ അല്ലേ, എക്സ്പാൻഡർ മീൻസ് ടർബൈൻ തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ കൂളിംഗ് ടർബൈൻ എന്ന് പറയും. ഈ കൂളിംഗ് ടർബൈൻ്റെ ഒരു പ്രത്യേകത, ഒരു ഷാഫ്റ്റ് വർക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഷാഫ്റ്റ് വർക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന റാംഡ് എയറിനെ എന്ത് ചെയ്ത് കളയാൻ, എടുത്ത് പുറത്തേക്ക് കളയാനും അത് ഉപകരിക്കും. കൂളിംഗ് ടർബൈൻ എന്ന് പറയുന്നതിന് കാര്യം ഇവിടെ പ്രഷർ റിഡക്ഷൻ ഇത് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്തായാലും കുറയുമല്ലോ. ഇതൊരു എക്സ്പാൻഡറായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ നേരത്തെ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ഇതൊരു എക്സ്പാൻഡറാണ്. ഈ എക്സ്പാൻഡർ എന്ത് ചെയ്യുന്നു, പ്രഷർ റിഡക്ഷൻ സംഭവിക്കുമ്പോൾ ടെമ്പറേച്ചറും കുറയും. അതുകൊണ്ട് തന്നെ കൂളിംഗ് ടർബൈൻ എന്ന് വിളിച്ചെന്ന് മാത്രം ആലോചിക്കുക. അപ്പോൾ പ്രഷർ റെഡ്യൂസ് ചെയ്ത് ടെമ്പറേച്ചർ കുറച്ച് നമ്മൾ എന്തിലേക്ക് കൊടുക്കും, എയർ ടു ദ ക്യാബിൻ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർക്രാഫ്റ്റിൻ്റെ ക്യാബിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു ചെറുതായിട്ട് ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇത്തുകൂടി ഡീപ്പായിട്ട് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രോസസ്സ് 1 to 2 അവിടെ എന്ത് നടക്കുന്നു, ദാറ്റ് മീൻസ് ദ റാമിംഗ് പ്രോസസ്സ്. റാമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ലെറ്റ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ ആംബിയൻറ്റ് എയർ ഈസ് P1 ആൻഡ് P2. അപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും, റാമിംഗ് എയറിൻ്റെ പ്രഷറും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് P1 P2 ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു എന്ന് വെക്കുക. ദിസ് ഈസ് P2 ആൻഡ് ദിസ് വൺ ഈസ് P1. അപ്പോൾ P1 P2 എന്ന് പറയുന്ന ഈ രണ്ട് ടെമ്പറേച്ചേഴ്സ് ആണെങ്കിൽ ദ ആംബിയൻറ്റ് എയർ ഈസ് റാംഡ് ഐസെൻട്രോപ്പിക്കലി ഫ്രം പ്രഷർ P1 ആൻഡ് ടെമ്പറേച്ചർ T1. അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ ഇതിപ്പോൾ ഈ ഒരു ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഇത് അകത്തേക്ക് കയറുമ്പോൾ ദെൻ ഇറ്റ് ഈസ് ഐസെൻട്രോപ്പിക്കലി റാംഡ് എന്ന് പറഞ്ഞാൽ എന്ത് കൂടുന്നു, പ്രഷർ കൂടുന്നു എന്ന്. പ്രഷർ കൂടാൻ കാര്യം റിഡക്ഷൻ ഇൻ കൈനറ്റിക് എനർജിയാണ്. ഈ വെലോസിറ്റിയിൽ വന്ന് കയറുന്ന സാധനം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ എയർ സ്റ്റേഷനറി ആണെങ്കിലും അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്ന് കയറുമ്പോൾ എയറിന് വെലോസിറ്റി ഉള്ള പോലെയല്ലേ. അപ്പോൾ വെലോസിറ്റിയിൽ കയറുന്ന എയറിന് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്ത് എന്തിലേക്ക് കയറുന്നു, പ്രഷർ ഇൻക്രീസിലേക്ക് സംഭവിക്കുന്നു. ദാറ്റ് ഈസ് 1 to 2 അവിടെ പ്രഷർ ഇൻക്രീസ് സംഭവിച്ചു. ദാറ്റ് മീൻസ് ദ എയർ വിച്ച് ഈസ് അറ്റ് ടെമ്പറേച്ചർ T1 ആൻഡ് പ്രഷർ P1 ഈസ് എന്തുവാണ്, ഈസ് ഐസെൻട്രോപ്പിക്കലി കംപ്രസ്ഡ് ആൻഡ് റാംഡ്. അതിനെ കംപ്രസ്ഡ് എന്ന് പറയുന്നില്ല, ഹൈ പ്രഷറൈസ് ഒന്നുമില്ല, ചെറിയൊരു പ്രഷറൈസാണ്, ഒരു ചെറിയ സ്മാൾ പ്രഷറൈസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് റാംഡ് എന്ന് പറയും. ഐസെൻട്രോപ്പിക്കലി റാംഡ് ഐസെൻട്രോപ്പിക്കലി
ടു എന്താണ് പ്രഷർ P2 ആൻഡ് ടെമ്പറേച്ചർ T2. അതായത് ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P2 ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഇങ്ങോട്ടേക്ക് വരച്ച T2 ആണ്. ദിസ് പ്രഷർ ആൻഡ് ദാറ്റ് ഈസ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ദ ഐഡിയൽ റാമിംഗ് ആക്ഷൻ ഈസ് ഷോൺ ബൈ ദ വെർട്ടിക്കൽ ലൈൻ 1 to 2. ഈ 1 to 2 എന്ന് പറയുന്ന ഈ വെർട്ടിക്കൽ ലൈനാണ് അവിടുത്തെ ഐഡിയൽ റാമിംഗ് ആക്ഷൻ കാണിക്കുന്നത്. പക്ഷേ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ബിക്കോസ് ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ, അതായത് പ്രോസസ്സ് എന്താണ് ഐസെൻട്രോപ്പിക് ആണെങ്കിൽ, ഈ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് ഐസെൻട്രോപ്പിക് ആവണമെങ്കിൽ അവിടെ ഇന്റേണൽ ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല, അഥവാ റിവേഴ്സിബിൾ കണ്ടീഷൻ ആയിരിക്കണം. ഇത് റിവേഴ്സിബിൾ ആവത്തില്ല, അവിടെ ഇന്റേണൽ ഫ്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് അത് ഇന്റേണൽ ഫ്രിക്ഷൻ കൊണ്ട് ഇറിവേഴ്സിബിലിറ്റിക്ക് കാരണമാവും. ആ ഇറിവേഴ്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇത് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അഡിയാബാറ്റിക് പ്രോസസ്സ് എന്നുള്ള അസംഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബട്ട് ദ എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കൂടി എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഈ ഒരു ഹൈ പ്രഷർ, നമ്മൾ ഈ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഐഡിയൽ പ്രഷർ, ഈ P2 എന്ന് പറയുന്ന ഐഡിയൽ പ്രഷറിലേക്ക് എന്ത് എത്തത്തില്ല, നമ്മുടെ ആ റാമിംഗ് ആക്ഷൻ എത്തത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത്, നമ്മൾ ഇതിന് ലോ ആയിട്ടുള്ള ഒരു പ്രഷർ, അതായത് ടെമ്പറേച്ചർ ഓഫ് റാംഡ് എയർ ഈസ് മോർ ദാൻ T2, അതായത് T2വിനെക്കാട്ടി കൂടും, പക്ഷേ പ്രഷർ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രഷറിലേക്ക് എത്തുമില്ല. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ താഴെ ഒരു പ്രഷർ ലൈൻ, കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ ഇങ്ങനെ വരയ്ക്കുവാണ്. അപ്പോൾ ഹൈ പ്രഷർ എന്ന് പറയുന്ന P2 എന്ന് പറയുന്നതിലേക്ക് എത്താതെ വേറൊരു പ്രഷർ ലൈൻ വരയ്ക്കുവാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് കറസ്പോണ്ട് ചെയ്യുന്നത്, ഇപ്പോൾ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഞാനിവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ, എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഈ ഒരു പ്രഷർ ലൈനിൽ ഒരു പോയിന്റ് കണ്ടുപിടിക്കുന്നു, ദാറ്റ് ഈസ് 2'. ഈ 2' എന്ന് പറയുന്ന ലൈനിലേക്കാണ് അവിടെ ആക്ച്വലി റാമിംഗ് പ്രോസസ്സ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറും T2' എന്ന് പറയുന്ന ടെമ്പറേച്ചറും എന്താണ്, സെയിം ആണെന്നുള്ളത്. ദസ് ദ ആക്ച്വൽ റാമിംഗ് പ്രോസസ് ഈസ് ഷോൺ ബൈ ദ കർവ് 1 to 2' വിച്ച് ഈസ് അഡിയാബാറ്റിക് ബട്ട് നോട്ട് ഐസെൻട്രോപ്പിക്. ഇതെന്താണ്, അഡിയാബാറ്റിക് അല്ല, പക്ഷേ എന്താണ്, ഇത് ഐസെൻട്രോപ്പിക് അല്ല, പക്ഷേ എന്താണ്, അഡിയാബാറ്റിക് ആണ്. അപ്പോൾ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്ക്, ഇതാണ് നമ്മുടെ ആക്ച്വൽ പ്രോസസ്സായിട്ട് എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത്. അപ്പോൾ 1 to 2' എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടുത്തെ എന്ത് പ്രോസസ്സ്, ആക്ച്വൽ പ്രോസസ്സ്. ഡോട്ടർ ലൈനായിട്ടിട്ട് വരച്ചാലും മതി. അപ്പോൾ ഈ ആക്ച്വൽ പ്രോസസ്സ് നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് പറഞ്ഞില്ലേ, ഇത് ഐഡിയലാണ്, ഇത് ആക്ച്വലാണ്. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ പ്രഷർ എന്ത് ചെയ്യപ്പെടുന്നു, റെഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പ്രഷർ ആ ഒരു ഹൈ പ്രഷറിലേക്ക് എത്തുന്നില്ല. പ്രഷർ എന്ന് പറയുന്നത് മറ്റേതുമായിട്ട് ആക്ച്വൽ പ്രാക്ടീസ് ഇന്റേണൽ ഫ്രിക്ഷൻ കൊണ്ട് ദ ടെമ്പറേച്ചർ ഓഫ് ദ എയർ എന്ന് പറയുന്നത് മോറായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ എടുക്കുന്നില്ല. പക്ഷേ ആക്ച്വൽ റാമിംഗ് പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 to 2' എന്ന് പറയുന്ന ലൈനിലാണ് എടുക്കുന്നത്. ടെമ്പറേച്ചർ കീപ്പിംഗ് കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, T2'ഉം Tയും കോൺസ്റ്റൻ്റ് എന്ന രീതിയിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. ബട്ട് ഇതെന്ത് ഉള്ള അസംഷനാണ്, ഈ T2'ഉം T2ഉം സെയിം ആണ് എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഐഡിയൽ ടോട്ടൽ എനർജി ഓർ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് എന്നുള്ള അസംഷനാണ്. എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, T2 ഈസ് ഈക്വൽ ടു T2' എന്ന് പറയുന്നൊരു അസംഷൻ നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ 1 to 2' ആണ് അവിടുത്തെ എന്ത് പ്രോസസ്സ് എന്ന് പറയുന്നത്, ഐഡിയൽ റാമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പറഞ്ഞു, ഇവിടെ കുറച്ച് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം. ഇപ്പോൾ ഇവിടെ 3 പ്രഷേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് P2 എന്ന് പറയുന്നത് ഐഡിയൽ റാം പ്രഷറാണ്. ഈ താഴെയുള്ള ഈ സാധനത്തിന്, ഈ പ്രഷർ ലൈനെ ഞാൻ എന്തെന്ന് കൊടുത്തെന്ന് അറിയോ, ദിസ് ഇസ് P2' എന്ന് പറഞ്ഞു, P2'. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനെ ഞാൻ ഇപ്പുറത്തോട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ, ഇത് വലിയ ഫിഗറായിട്ട് വരച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് തോന്നും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, TS ഡയഗ്രമാണ്. ഓക്കെ, അപ്പോൾ TS ഡയഗ്രത്തിൽ ഞാനിപ്പോൾ ഒരു എന്താണ്, ഏറ്റവും ലോവസ്റ്റ് പ്രഷർ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നു. ദിസ് ഈസ് ആക്ച്വലി എന്ത് പ്രഷർ, ആംബിയൻറ്റ് പ്രഷർ. എന്തെന്ന് പറയും, ആംബിയൻറ്റ് പ്രഷർ എന്ന് പറയും. ആംബിയൻറ്റ് പ്രഷറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് പ്രഷറാണ്, ഇറ്റ് ഈസ് ഈ ക്യാബിനകത്തേക്ക് കയറുന്ന പ്രഷറാണ്. അതായത് പ്രഷർ 1 P1 ഇസ് ദ ആംബിയൻറ്റ് പ്രഷർ. ഈ ആംബിയൻറ്റ് പ്രഷറിൽ നിന്ന് നമുക്ക് റാമിംഗ് പ്രോസസ്സ്, അതായത് കൈനറ്റിക് എനർജി ഉള്ള സാധനം, ഈ കൈനറ്റിക് എനർജി ഉള്ള സാധനം ഇതിനകത്തേക്ക് കയറുമ്പോൾ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രഷർ എനർജി. കൈനറ്റിക് എനർജി കുറയുമ്പോൾ എന്തെങ്കിലും കൂടണ്ടേ, അത് പ്രഷർ എനർജി ആയിട്ട് കൂടുന്നു. ആ ഇൻക്രീസ് ഇൻ പ്രഷർ കാരണം ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ന് വിളിക്കും, റാമിംഗ് പ്രോസസ്സ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഐസെൻട്രോപ്പിക്കലി. അപ്പോൾ ഐസെൻട്രോപ്പിക്കലി നടക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് ഞാനിത് ഐസെൻട്രോപ്പിക്കലി ഞാൻ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ് നേരെ വെർട്ടിക്കലായിരിക്കണം വരയ്ക്കേണ്ടത്. 1 to 2 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കണം. ഇനി 1 to 2 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈനിലെ ഇതെന്ന് പറയുന്നത് എന്ത് പറയാൻ പറ്റും, ഐഡിയൽ റാമിംഗ് പ്രോസസ്സ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഐഡിയൽ എന്ത് പ്രഷർ എന്ന് എനിക്ക് വിളിക്കാം, റാമിംഗ്
പ്രഷർ എന്ന് എനിക്കിതിനെ വിളിക്കാം. ദാറ്റ് ഈസ് P2. ഐഡിയൽ റാമിംഗ് പ്രഷറാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ P2 എന്ന് പറഞ്ഞാൽ. ഇനി അതേസമയം ഈ ഐഡിയൽ റാമിംഗ് പ്രഷറിലേക്ക് എന്ത് നടക്കത്തില്ല, എത്തത്തില്ല. കാര്യം ഇൻറ്റേർണൽ ഫ്രിക്ഷൻസ് ഒക്കെ കൊണ്ട് അവിടെ ഇറിവേഴ്സിബിലിറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഐഡിയൽ പ്രോസസ്സ് നടക്കത്തുമില്ല. അത് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആവും. പക്ഷേ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആവുന്ന ഒരു പ്രത്യേകത വേറൊരു കാര്യം കൊണ്ടുണ്ട്. അത് ഇൻറ്റേർണൽ ഫ്രിക്ഷനും കാര്യങ്ങളും ഇറിവേഴ്സിബിലിറ്റീസ് കൊണ്ട് അതേ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതേ പ്രഷറിൽ നിൽക്കാൻ പറ്റത്തില്ല. വേറൊരു എന്തിലേക്ക് വരണം, എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ വേറൊരു പ്രഷർ ലൈനിലേക്ക് ഡ്രോപ്പ് ഉണ്ടാവും, പ്രഷർ ഡ്രോപ്പ് അവിടെ ഉണ്ടാവും. ആ പ്രഷർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന P2' ആണ്. ഇതപ്പം ആക്ച്വൽ എന്തെന്ന് വിളിക്കേണ്ടി വരും, റാമിംഗ് പ്രഷർ എന്ന് വിളിക്കേണ്ടി വരും. അപ്പോൾ P2' എന്ന് പറയുന്ന ആക്ച്വൽ റാമിംഗ് പ്രഷറാണ്. P2' കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തറിയണം, T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ എന്താണോ എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പ്രഷർ ലൈനിലുള്ള പോയിൻ്റാണ് 2' എന്ന് പറയുന്ന പോയിന്റ്. ദെർഫോർ 1 to 2' വിൽ ബി ദ ആക്ച്വൽ റാമിംഗ് പ്രോസസ്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് 1 to 2' എന്ന് പറയുന്നത് 1, 2' എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആക്ച്വൽ. അപ്പോൾ രണ്ടും നമുക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ആക്ച്വൽ റാമിംഗ് പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ ഐഡിയലായിട്ടും അസ്യൂം ചെയ്താൽ ആക്ച്വൽ റാമിംഗ് പ്രോസസ്സ്. അതേസമയം നമ്മുടെ എന്താണ് 1 to 2 എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണ്, ഐഡിയൽ റാമിംഗ് പ്രോസസ്സാണ്. 1 to 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഐഡിയൽ റാമിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ആക്ച്വൽ റാമിംഗ് പ്രോസസ്സും ഉണ്ട്, ഐഡിയൽ റാമിംഗ് പ്രോസസ്സും ഉണ്ട്. സോ 1 to 2 ഈസ് ആക്ച്വലി ദ ഐഡിയൽ റാമിംഗ് പ്രോസസ് ആൻഡ് 1 to 2' ഈസ് ആക്ച്വലി ദ ആക്ച്വൽ റാമിംഗ് പ്രോസസ്. നൗ മൂവിങ് ഓൺ. അപ്പോൾ റാമിംഗ് പ്രോസസ്സിൻ്റെ കഥകൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു രണ്ട് ടെമ്പറേച്ചേഴ്സും ഈക്വലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സാധനം സെറ്റ് ചെയ്തത്. അത് ആലോചിക്കുക. നൗ മൂവിങ് ഓൺ. രണ്ടാമത്തെ പ്രോസസ്സ് എന്താണ്, അടുത്ത കംപ്രസറാണ്. ഇവിടെ നിന്ന് വരുന്ന എയർ ഇങ്ങോട്ട് പോകുന്നുണ്ട് കൂളിങ്ങിന് വേണ്ടിയിട്ട്. ബാക്കി എയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങോട്ടേക്ക് വരുവാണ്, കംപ്രസറിലേക്ക് വരുവാണ്. ഈ കംപ്രസർ ചെയ്യുന്ന പരിപാടി, ഇറ്റ് ഈസ് കംപ്രസിംഗ് ദ എയർ ഇൻ ടു ഹൈ ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് ദ ഐസെൻട്രോപിക് കംപ്രഷൻ ഓഫ് എയർ ഇൻ ദ മെയിൻ കംപ്രസർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ 2' to 3. അപ്പോൾ ഈ ഒരു പോയിന്റിലെ ഞാൻ എന്ത് ചെയ്യണം, കംപ്രസ് ചെയ്യണമെങ്കിൽ ഒരു ഹൈ പ്രഷറിലേക്കല്ലേ ഞാൻ എന്ത് ചെയ്യുന്നത്, കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹൈ പ്രഷർ ലൈൻ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രഷർ ലൈൻ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഈ ഒരു പ്രഷർ ലൈൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കംപ്രസർ എന്ന് പറയുന്നത്. ഈ മെയിൻ കംപ്രസറിൻ്റെ പ്രഷറാണ്, കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രഷറാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്, മെയിൻ കംപ്രസർ പ്രഷർ ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. സോ ഇത് കംപ്രസർ പ്രഷർ P3. അപ്പോൾ 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള 3ലേക്ക് വന്നു, 2' നിന്ന് 3' വന്നു. അപ്പോൾ അതിനെ ഞാൻ എന്തെന്ന് പറഞ്ഞു, P3 എന്ന് പറയുന്ന പ്രഷർ ഇട്ട് ഞാൻ ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്ന 2' നിന്ന് എന്തിലേക്കാണ്, 3'ലേക്കാണ്. 2' നിന്ന് 3'ലേക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് 2' നിന്ന് 3'ലേക്കാണ്. 2' നിന്ന് 3'ലേക്ക് നടക്കുന്ന പ്രോസസ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഐഡിയൽ പ്രോസസ്സ് എന്ന് പറഞ്ഞെടുത്തു. ദാറ്റ് ഈസ് ദിസ് ഈസ് ദ പോയിന്റ് 2' ആൻഡ് ദിസ് വൺ വിൽ ദ പോയിന്റ് 3' എന്നാണ് ഞാൻ പറഞ്ഞത് 3. ഓക്കെ. അപ്പോൾ 2' to 3 എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ മെയിൻ കംപ്രസ് എന്ന് പറയുന്ന ഐസെൻട്രോപിക് കംപ്രഷനാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ കംപ്രസറിൽ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ കൊണ്ട് അവിടെ ഇറിവേഴ്സിബിലിറ്റീസ് കൊണ്ട് അതെന്താവാം, ഐസെൻട്രോപിക് അല്ലാതെ ആവാം. ഐസെൻട്രോപിക് അല്ലാതെ ആകുമ്പോൾ അവിടെ പ്രഷർ റിഡക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല, എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും നമ്മളിവിടെ പറയത്തോട്ടുകൊണ്ട് ഇതേ പ്രഷർ ലൈനിൽ തന്നെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ തവണ ഐസെൻട്രോപിക് കംപ്രസറിൻ്റെ എഫിഷ്യൻസി എന്നപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ അതേപോലെ തന്നെ 2' തുടങ്ങി റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കുന്നു. 2' തുടങ്ങി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ 2' തുടങ്ങി റൈറ്റ് സൈഡിൽ ഈ ഒരു പോയിന്റ് കിട്ടും. ദാറ്റ് ഈസ് 3 എന്ന് പറയുന്നതിന് പകരം ആക്ച്വൽ പോയിന്റ് 3' ആണ്. സോ വി ഹാവ് ദ ആക്ച്വൽ കർവ് റെപ്രസെൻറ്റിംഗ് ദ ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്, ദാറ്റ് ഈസ് 2' to 3'. അപ്പോൾ 3' ആണ് ആക്ച്വൽ കംപ്രഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 1 to 2 ഇതിൽ മാത്രമേ നമുക്ക് T2/T1 is equal to P2/P1 the whole raised to gamma minus 1 by gamma അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഈ 1 to 2' അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും സെപ്പറേറ്റ് പഠിക്കുന്നത്. 2' to 3 എന്ന് പറയുന്ന ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സിൽ എനിക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, T3/T2' is equal to P3/P2' the whole raised to gamma minus 1 by gamma അപ്ലൈ ചെയ്യാൻ പറ്റും. ബട്ട് 2' to 3' എനിക്ക് പറ്റത്തില്ല, എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ വേണം. അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങളിലും തമ്മിലുള്ള സെപ്പറേഷൻ അതാണ്. അഥവാ നമുക്ക് ഈ 1 to 2' കണ്ടുപിടിക്കാൻ മാർഗ്ഗമില്ലെങ്കിൽ 2-ൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കംപ്രസർ എടുക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു സാധനം കാണാൻ പഠിച്ച് എക്സാം എഴുതാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ അവിടെ ചെയ്യേണ്ട വർക്ക് ഡൺ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റാമിങ്ങിൽ നമ്മൾ ഒരു പരിപാടി പറഞ്ഞു, ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചില്ല, അത് നമുക്ക് അവസാനം പറയാം. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദ അല്ലെങ്കിൽ വർക്ക് ഡൺ
ഡ്യൂറിങ് ദ കംപ്രഷൻ പ്രോസസ്. അപ്പോൾ അതിലേക്ക് കൊടുക്കുന്ന ഈ കംപ്രഷൻ പ്രോസസ്സിൽ മെയിൻ കംപ്രഷൻ പ്രോസസ്സിലേക്ക് കൊടുക്കുന്ന വർക്ക് ഡൺ WC എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി എയർ ഇൻറ്റു നിങ്ങൾക്കറിയാവുന്നതുപോലെ CP ഇൻറ്റു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ആക്ച്വൽ ഉള്ളതുകൊണ്ട് ഇവിടെ T3 ഡാഷും ഇവിടെ ആക്ച്വൽ T2 ഡാഷും ആണ്. അപ്പോൾ അതുകൊണ്ട് T3 ഡാഷ് മൈനസ് എന്തെന്ന് പറയാൻ പറ്റും T2 ഡാഷ്. ഇഫ് വി ആർ ഹാവിങ് T2 ഓൺലി ദെൻ ഇറ്റ് വിൽ ബി T3 ഡാഷ് മൈനസ് T2. ഇപ്പോൾ കംപ്രസർ എഫിഷ്യൻസി നമുക്ക് തന്നില്ല, T3 ഡാഷ് ഇല്ല എങ്കിൽ ഇറ്റ് വിൽ ബി ക്യാൻ ബി റിട്ടേൺ ആസ് T3 മൈനസ് T2. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഈ എന്താണോ വന്നിരിക്കുന്നത് കംപ്രസറിൽ 3 to 2 ഡാഷ് ആണെങ്കിൽ T3 മൈനസ് T2 ഡാഷ്, ഇനി അതേസമയം 3 ഡാഷ് ഉണ്ടെങ്കിൽ T3 ഡാഷ് മൈനസ് T2 ഡാഷ് അതങ്ങ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് കിട്ടുന്നത് എന്താണ് മാസ് ഓഫ് ദ എയർ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി ഇൻ എന്തെന്ന് പറയാൻ പറ്റും കിലോ ജൂൾ ഓർ ജൂൾ എന്ന് എനിക്ക് പറയാൻ പറ്റും. പെർ കിലോഗ്രാം എഴുതണ്ട, കാര്യം മാസം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. മൂവിങ് ഓൺ കൂളിംഗ് പ്രോസസ്സ്. ഇനി ഈ ഒരു സാധനത്തിന് അപ്പോൾ ഈ കംപ്രസർ വർക്ക് ചെയ്യുന്ന നമ്മൾ ഈ എയറിനെ നമ്മൾ ക്യാബിനിലേക്ക് കൊടുക്കാവുന്ന എയറായി കംപ്രസർ ആ എയറിനെ എന്ത് ചെയ്തു ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇനി അതിനെ കൂൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊണ്ടുവരും. ആ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വരുമ്പോൾ കൂൾ ചെയ്യുന്നത് നമ്മുടെ ടെമ്പറേച്ചർ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ T2 ഡാഷ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ നിൽക്കുന്ന എന്താണ് T2 T2 ഡാഷും സെയിം ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ T2 T2 ഡാഷിൽ നിൽക്കുന്ന നമ്മുടെ എന്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു റാംഡ് എയർ തന്നെയാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ്, അതായത് T2 ഡാഷ് കുറവാണ്. T3 ഡാഷിലുള്ള ടെമ്പറേച്ചറാണ് നമുക്ക് ഈ ഒരു എയറാണ് ഇതുവഴി കയറി പോകുന്നത്, അല്ലെങ്കിൽ കംപ്രസർ വഴി ഇതുവഴി ഇങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് ഹൈ ടെമ്പറേച്ചർ എന്നുള്ള അതായത് നമ്മുടെ കംപ്രസ്ഡ് എയറിൽ നിന്ന് ലോ ടെമ്പറേച്ചറുള്ള എന്തിലേക്ക് നമ്മുടെ ഈ റാംഡ് എയറിലേക്ക് എന്ത് സപ്ലൈ ചെയ്യും ഹീറ്റ് സപ്ലൈ ചെയ്യപ്പെടും. അപ്പം അതൊരു ഹീറ്റ് എക്സ്ചേഞ്ചറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഹീറ്റ് റിജക്ഷൻ ഈസ് ഹാപ്പനിങ്. ഹീറ്റ് റിജക്ഷൻ തുടങ്ങുന്നത് 3 ഡാഷിൽ നിന്നാണ്. ആലോചിക്കുക, 3 ഡാഷിൽ നിന്ന് ഹീറ്റ് റിജക്ഷൻ തുടങ്ങി ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കുവാണ്. ദാറ്റ് ഈസ് 0.4. അപ്പോൾ 3 ഡാഷ് മുതൽ 4 വരെ അവിടെ എന്ത് നടക്കുന്നു ദിസ് ഹീറ്റ് റിജക്ഷൻ ഈസ് ഹാപ്പനിങ്. അവിടെ നടക്കുന്നത് എന്താണ് ഹീറ്റ് റിജക്ഷൻ ആണ്. 3 ഡാഷ് to 4 ഹീറ്റ് റിജക്ഷൻ നടന്നു. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ എന്താണ് അടുത്ത പ്രോസസ്സ് 3 ഡാഷ് to 4 ഹീറ്റ് റിജക്ഷൻ, ദാറ്റ് ഈസ് കൂളിംഗ് പ്രോസസ്സ്. അപ്പോൾ അതെന്ന് പറയുന്നത് 3 ഡാഷ് to എന്താണ് 4 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് 2 ഡാഷ് to 3 ഡാഷ് എന്ന് എഴുതാം. അപ്പം ദ കംപ്രസ്ഡ് എയർ ഈസ് കൂൾഡ് ബൈ ദ റാം എയർ ഇൻ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ ദാറ്റ് ഈസ് 3 ഡാഷ് to 4. അപ്പോൾ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ദർ ഈസ് എ പ്രഷർ ഡ്രോപ്പ്. ഇവിടെ നമ്മളെ ഇന്റർണൽ ഫ്രിക്ഷൻ കൊണ്ട് ഇവിടെ ഒരു ചെറിയ പ്രഷർ ഡ്രോപ്പ് ഒക്കെ ഉണ്ടാകും. നമ്മളിവിടെ വരയ്ക്കുന്നില്ല, ഈ കോൺസ്റ്റന്റ് പ്രഷർ തന്നെ നടക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ്. പക്ഷേ പ്രഷർ ഡ്രോപ്പ് ഉണ്ടെങ്കിലും വലിയ സീനൊന്നുമില്ല. പ്രഷർ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്രഷർ ലൈൻ ഇവിടെ വരച്ചിട്ട് അവിടെ അതിലേക്കായിരിക്കണം 4 കൊണ്ടൊന്ന് മുട്ടിപ്പിക്കേണ്ടത്. ഇപ്പോൾ നമ്മളത് നോക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ മാർക്ക് ചെയ്യണം അല്ലേ, QR. ഇറ്റ് ഈസ് എ ഹീറ്റ് റിജക്റ്റഡ്. അത് ഈ ഒരു സമയത്താണ് ഇവിടെ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്യപ്പെടുന്നത് എന്തിലേക്ക് റാംഡ് എയർ ആയിരിക്കും. അപ്പോൾ റാംഡ് എയർ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത് ഹീറ്റ് റിജക്റ്റ് ചെയ്ത ഹീറ്റും കൊണ്ട് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ആ ഹീറ്റ് റിജക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അവിടുത്തെ CP ഇൻറ്റു MCP ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് എടുത്ത് നോക്കി MA ഇൻറ്റു CP ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് T3 ആണ് അവിടുത്തെ തുടങ്ങുന്നത്. അപ്പോൾ T3 ഡാഷ് മൈനസ് അവസാനിക്കുന്നത് എന്താണ് T4 ആണ്. അപ്പോൾ T3 ഡാഷ് മൈനസ് T4 ആണ് അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആയി. നെക്സ്റ്റ് മൂവിങ് ഓൺ ദ എക്സ്പാൻഷൻ പ്രോസസ്സ്. എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 4 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ആണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. എക്സ്പാൻഷൻ നമ്മുടെ ടർബൈനിലാണ്. ടർബൈൻ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പാൻഡർ ഇവിടെ ഈ നിങ്ങൾ നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പാൻഡർ അതായത് നമ്മുടെ ബെൽ കോളിമാൻ സൈക്കിളിൽ ഇവിടെ എക്സ്പാൻഡർ ഉള്ളി നമ്മൾ ഈ എക്സ്പാൻഡറിന് വരെ അവിടെ ടർബൈൻ വെക്കുന്നു. ദാറ്റ് മീൻസ് ലോ പ്രഷർ ലോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും ലോ പ്രഷറിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ടെമ്പറേച്ചറും കുറയും. അതുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത് പ്രഷറിലേക്ക് കൊണ്ടുവരാൻ വേണം. അപ്പോൾ ഒരു ടർബൈൻ വേണം. അപ്പോൾ ലോ പ്രഷർ കൊണ്ടുവരുമ്പോഴത്തേക്ക് ലോ ടെമ്പറേച്ചർ ആവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ടർബൈൻ എന്ന് വിളിക്കുന്നത് കൂളിംഗ് ടർബൈൻ എന്ന് വിളിക്കുന്നത്. സോ വി ഹാവ് 4 to 5. ഈ 5 എന്ന് പറയുന്ന പ്രഷർ എന്താ ഇതിനകത്ത് വരുന്നത് ക്യാബിനിലേക്ക് പോകുന്നത്, ഇതിന് പുറത്ത് വരുന്നത് ക്യാബിനിലേക്ക് പോകാനുള്ള എയറാണ്. ഇപ്പോൾ ക്യാബിനകത്തുള്ള പ്രഷർ നമ്മൾ എയറോപ്ലെയിൻ ഉണ്ടെങ്കിൽ ആ പ്ലെയിനകത്തുള്ള ക്യാബിൻ്റെ പ്രഷറായിരിക്കും ഈ ടർബൈൻ്റെ പുറത്ത് അഥവാ എക്സ്പാൻഡറിൻ്റെ പുറത്ത്. ഇൻലെറ്റിൽ നമ്മുടെ എന്തിൻ്റെ പ്രഷറാണ് നമ്മുടെ ഈ കോൺസ്റ്റന്റ് പ്രഷറല്ലേ നമ്മുടെ എന്ത് വരുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചറിന് ശേഷം വരുന്ന പ്രശ്നം. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് ഔട്ടിൽ നിന്ന് നമ്മൾ ക്യാബിൻ്റെ അകത്തിലേക്കുള്ള പ്രഷറിലേക്ക് ക്യാബിൻ്റെ അപ്പോൾ ഈ ഒരു പുറത്ത് വരുന്ന എയറിനെയാണ് നമ്മൾ ക്യാബിനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ക്യാബിൻ്റെ പുറത്തിലേക്കുള്ള അകത്തേക്കുള്ള പ്രഷറിലേക്കാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത് എക്സ്പാൻഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ക്യാബിൻ്റെ അകത്തേക്കുള്ള എയർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹാവിങ് ദ ക്യാബിൻ പ്രഷർ. അതെന്ന് പറയുന്നത് നോർമലി നമ്മുടെ ഈ റാമിംഗ് പ്രഷറിനെ കാട്ടി ഇത് കൂടെ ചെറുതും, പക്ഷേ അതേസമയം നമ്മുടെ ആംബിയൻ്റ് പുറത്ത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെ കാട്ടി ശകലം വലുതുമാണ്. അറ്റ്മോസ്ഫിയർ പ്രഷറിനെ കാട്ടി ഒരുപാട് വലിയ സാധനത്തിൽ നമുക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി ചെറിയൊരു വ്യത്യാസമുണ്ട്, ചെറിയൊരു ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി ചെറിയൊരു ഇൻക്രീസ് ഉള്ള ഒരു ക്യാബിൻ പ്രഷറാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ
ക്യാബിൻ പ്രഷർ. ഇതാണ് നമ്മുടെ എന്ത് പ്രഷർ എന്ന് പറയുന്നത്? ക്യാബിൻ പ്രഷർ. ആ ക്യാബിൻ പ്രഷർ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ടർബൈൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യിക്കുന്നു അഥവാ പ്രഷർ കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് 4 to 5 ഇസ് ദ ക്യാബിൻ പ്രഷർ എക്സ്പാൻഷൻ. ഈ ക്യാബിൻ പ്രഷർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 4 to 5 നടക്കുമ്പോൾ എക്സ്പാൻഷൻ പ്രോസസ് 4 to 5 നമുക്ക് ഐഡിയലാണിത്. ദ കൂൾഡ് എയർ ഈസ് നൗ എക്സ്പാൻഡഡ് ഐസെൻട്രോപിക്കലി കൂളിംഗ് 4 to 5. ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ദ എക്സ്പാൻഷൻ വിൽ ടേക്സ് പ്ലേസ് വിത്തൗട്ട് ഐസെൻട്രോപിക്കലി നോൺ ഐസെൻട്രോപ്പിക്കലി. അപ്പോൾ ഐസെൻട്രോപ്പിക്കലി അല്ലാതെ നടക്കുമ്പോഴത്തേക്ക് ഇൻലെറ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചപ്പോഴത്തേക്ക് മനസ്സിലായവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ സംഭവമല്ല. എന്താണ്? 5' വരും അല്ലേ? അതായത് 4 നിന്ന് 5' ലൈനല്ല, കർവാണ്. 4 നിന്ന് 5' വരും. ഓക്കെ, ഒരു കർവ് ഇങ്ങനെ നമ്മൾ ചരിച്ച് വരച്ചു. അപ്പോൾ അടുത്ത പ്രോസസ്സ്, ആക്ച്വൽ പ്രോസസ്സ് നമ്മൾ പറയുമ്പോൾ 4 to 5' ഇനിയാണ് നമ്മൾ ഈ ഒരു പ്രഷർ. അപ്പോൾ ഈ ക്യാബിനിലേക്കുള്ള എയർ ഞാനിപ്പോൾ ഇവിടെ കസേരയൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ ഈ മുകളിൽ നിന്ന് ക്യാബിനിലേക്കുള്ള എയർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ക്യാബിനിലേക്കുള്ള എയർ വരുമ്പോഴത്തേക്ക് എന്ത് ടെമ്പറേച്ചറിലാണ് ആ ക്യാബിനിലേക്കുള്ള എയർ വരുന്നത്? T5' ഈ കസേരയിലുള്ള ഹീറ്റും കൂടെ അബ്സോർബ് ചെയ്ത് ഇത് പുറത്തേക്ക് പോകും. T6 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്കാവും. അപ്പം ഈ 5' എന്ന് പറയുന്ന സാധനത്തിന് ഒരു 6 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടാവും. ആ 5' to 6 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിലാണ്, ഈ ഒരു സാധനത്തിലാണ് അവിടെ എന്ത് നടക്കുന്നത്? റെഫ്രിജറേഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് ദ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. അപ്പോൾ ഇവിടെ നടക്കുന്നത്, നമുക്ക് ഈ ക്യാബിനിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി, ഏതെങ്കിലും ഒരു ബോഡിയിൽ ചെന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 6 മാറും, T6 മാറും. ദാറ്റ് T6 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഈസ് ആക്ച്വലി ഇത് എന്താണ്? ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ആണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു ടർബൈൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഈ എക്സ്പാൻഷനിലെ ടർബൈൻ്റെ വർക്ക് ഡൺ നമ്മൾ എഴുതിയും വിട്ടുപോയി. MA × CP × അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ്, അതായത് T4 - T5'. T4 - T5'. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി റെഫ്രിജറേഷൻ പ്രോസസ് എന്ന് പറയുന്നത് എയർ ഫ്രോം ദ കൂളിംഗ് ടർബൈൻ ഈസ് സെൻഡ് ടു ദ ക്യാബിൻ ആൻഡ് cockpit where it gets heated and the heat by the heat of the equipments and occupy 5' to 6. അതായത് 5' to 6 ആണ് അവിടെ റെഫ്രിജറേഷൻ എഫക്റ്റ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു റെഫ്രിജറേഷൻ എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിവിടെ എഴുതുവാണെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു what is actually the refrigeration effect, and then R is equal to MA × CP × the temperature difference, that is T6 - T5'. T6 - T5' എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ദ റെഫ്രിജറേഷൻ എഫക്റ്റ്. ഇപ്പോൾ ഇത് റെഫ്രിജറേഷൻ എഫക്റ്റ് ആയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ COP കണ്ടുപിടിക്കണം അല്ലേ? അപ്പം ഇതിൽ T5 T6 M അറിയാം, CP അറിയാം. എന്താണ് T5 T6? T6 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻസൈഡ് ടെമ്പറേച്ചർ ഓഫ് ക്യാബിൻ. ക്യാബിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറാണ്. അതായത് ക്യാബിനിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കിവിടെ T5', ക്യാബിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ T6. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിലായിരിക്കും അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് എയർ എന്ത് ചെയ്യും? നമ്മൾ പുറത്തേക്ക് എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ക്യാബിനിലേക്ക് കൊടുത്തു, അത് ഒരു ബോഡിയായിട്ട് കോൺടാക്റ്റ് വന്നു. ആ ബോഡിയിൽ നിന്ന് കോൺടാക്റ്റ് വന്നപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്ത് T6 വന്നു. T6 ടെമ്പറേച്ചറുള്ള എയറിനെ നമ്മൾ പുറത്തെടുത്തോളാം. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് T6 ഇൻസൈഡ് ടെമ്പറേച്ചർ ഓഫ് ദ ക്യാബിനാണ്. T5' എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ കൂളിംഗ് ടർബൈൻ. കൂളിംഗ് ടർബൈൻ്റെ പുറത്തുള്ള ടെമ്പറേച്ചറാണ്. അപ്പോൾ എക്സിറ്റ് ടെമ്പറേച്ചർ ഓഫ് എന്താണ്? കൂളിംഗ് ടർബൈനാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? T5' എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല വൃത്തിയോളം പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 6ഉം ഇതും തമ്മിൽ യോജിപ്പിക്കാനൊന്നുമില്ല. ഈ സാധനം നമ്മൾ എടുത്ത് കളയുക പുറത്തേക്ക് അല്ലേ? അപ്പോൾ അതപ്പോഴത്തേക്ക് നമുക്ക് COP എഴുതാനായിട്ട് പറ്റും. COP എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു ദ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് ഡൺ ഫോർ. ഓക്കെ, അപ്പോൾ COP എന്ന് പറയുന്നത് റെഫ്രിജറേറ്റിംഗ് MA × CP × റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഇതല്ലേ? T6 - എന്താണ്? T5' ഡിവൈഡഡ് ബൈ MA × CP × വാട്ട് ഈസ് ദ വർക്ക് ഡൺ? നെറ്റ് വർക്ക് ഡൺ ആണ് നമുക്ക് അവിടെ വേണ്ടത്. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കംപ്രസർ വർക്ക് ഡൺ നമ്മളവിടെ എത്രയാണ് എടുത്തത്? അപ്പം നെറ്റ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? കംപ്രസറിന് വർക്ക് കൊടുത്ത് ഇതാ അല്ലേ? ബാക്കി നമുക്കിപ്പം ഈ സാധനം. അപ്പോൾ കംപ്രസർ വർക്കിൻ്റെ ഒരു ഇതെടുക്കുക. വർക്ക് ഡൺ എന്ന് പറയുന്നത് T3 - T2' ആണ്. അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്ക് MCP × എന്താണ്? T3' - T2'. ദിസ് എ വർക്ക് ഇൻപുട്ട്. ഓക്കെ, വർക്ക് ഇൻപുട്ടാണ്. പിന്നെ ടർബൈൻ അറിയാം, അവിടെ നിന്ന്
എയർ വന്നിട്ടാണ് ടർബൈൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിലേക്ക് വർക്ക് കൊടുത്തു എന്നും പറഞ്ഞൊന്നും പറയുന്നില്ല. ടർബൈനാണ് വർക്ക് കിട്ടുന്നത്. ആ വർക്ക് എന്തിനു നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കൂളിംഗ് എയർ ഫാനിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഈ കിട്ടുന്ന റാംഡ് എയറിനെ പുറത്തേക്ക് എടുത്ത് കളയാനായിട്ട്. ഇവിടെ മെയിൻ കംപ്രസർ വർക്ക് ചെയ്യാനും നമുക്ക് എന്തുകൊണ്ട് ഒരു ഗ്യാസ് ടർബൈൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഗ്യാസ് ടർബൈനിലേക്ക് ഗ്യാസ് കൊടുക്കുന്ന ഈ റാംഡ് എയർ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നമ്മളിവിടെ എടുത്തു. നെക്സ്റ്റ് ഇത് രണ്ടും കളഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ COP ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് T6 മൈനസ് T5 ഡിവൈഡഡ് ബൈ T3 മൈനസ് T2. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. റെഫ്രിജറേഷൻ എഫക്റ്റ് ബൈ വർക്ക് ഇൻപുട്ട് എന്ന് ആലോചിക്കുക. അപ്പോൾ റെഫ്രിജറേഷൻ എഫക്റ്റ് ഏതാണ്, ഇതാണ് T6 മൈനസ് T5. ഇനി വർക്ക് ഇൻപുട്ട്, ഇതിനകത്തേക്ക് കൊടുക്കുന്ന വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് കംപ്രസറിലാണ്. അപ്പോൾ T3 മൈനസ് T2, അത് ഡിനോമിനേറ്ററിലും വരും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് കംപ്രസർ. ഓക്കെ, അപ്പോൾ ഇത് നടക്കുന്നത് ഇൻസൈഡ് എയർ ക്യാബിനിലാണ് നമുക്ക് ആ സംഭവം നടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് മാസ് ഓഫ് ദി എയർ കണ്ടുപിടിക്കുകയാണെന്ന് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഇഫ് നമ്മുടെ റെഫ്രിജറേഷൻ ലോഡെന്ന് പറയുന്നത് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് നമുക്ക് വേണ്ടത്, റെഫ്രിജറേഷൻ എഫക്റ്റ് ഓർ ലോഡ്, അത് ഇത്ര ലോഡ് എനിക്ക് വേണം, അതായത് Q ടൺസ് ഓഫ് റെഫ്രിജറേഷൻ എനിക്ക് വേണം. Q എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ടൺ, 12 ആവാം, 8 ആവാം, 3 ആവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസ് കണ്ടുപിടിക്കുക എന്താണ്, മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. റെഫ്രിജറേഷൻ നടക്കുന്നത് ഏത് പ്രോസസ്സിലാണ്, ഈ ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ Q എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ട് പോകണം, Q ടൺസ് ഓഫ് റെഫ്രിജറേഷൻ ഇത് എന്ത് ചെയ്തുകൊണ്ട് പോകണം, അബ്സോർബ് ചെയ്തുകൊണ്ട് പോകണം. എന്ന് പറഞ്ഞാൽ MA ഇൻറ്റു CP ഇൻറ്റു അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ്, T6 മൈനസ് T5 എന്ന് പറയുന്ന സാധനം, വിച്ച് വിൽ ബി ഈക്വൽ ടു Q ടൺസ് ഓഫ് റെഫ്രിജറേഷൻ. Q ടൺസ് ഓഫ് റെഫ്രിജറേഷനെ ഞാൻ എന്തിലേക്ക് മാറ്റണം, 210 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്തിലേക്ക് മാറും, കിലോ ജൂൾ പെർ മിനിറ്റിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇത് പ്രശ്നമില്ലല്ലോ, Q ടൺസ് ഓഫ് റെഫ്രിജറേഷനാണ്. അപ്പോൾ 8 ടൺ എന്ന് പറഞ്ഞാൽ 8 ഇട്ട് കൊടുത്താൽ കിലോ ജൂൾ പെർ മിനിറ്റിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് MA കണ്ടുപിടിക്കണമെങ്കിൽ, മാസ് ഓഫ് ദി എയർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ Q ടൺസ് ഓഫ് റെഫ്രിജറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ Q ടൺസ് ഓഫ് റെഫ്രിജറേഷൻ 210Q ഡിവൈഡഡ് ബൈ CP ഇൻറ്റു എന്ത് ചെയ്ത് കൊടുത്താൽ മതി, T6 മൈനസ് T5 എന്ന് പറയുന്ന സാധനം ചെയ്ത് കൊടുത്താൽ മതി. വി വിൽ ഗെറ്റ് ദ മാസ് handled by the system and it will be in kilogram per minute. Since we are multiplying it with 210, the unit will be per minute. കിലോഗ്രാം പെർ മിനിറ്റ് ആയിരിക്കും കിട്ടുന്ന ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് വർക്ക് ഡൺ കാണാം. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ഡൺ ബൈ ദ കംപ്രസർ എന്ന് പറയുന്നത് എന്താണ്, MA ഇൻറ്റു CP ഇൻറ്റു കംപ്രസർ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ T3 മൈനസ് T2 ആണ്. അതിന് പവർ റിക്വേർഡ് എന്ന് പറഞ്ഞ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാലോ, പവർ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാലോ, പവർ ഈസ് ഈക്വൽ ടു ഈ വർക്ക് ഡണ്ണിന് ഇതെന്ന് പറയുന്നത് കിലോ ജൂൾ പെർ എന്തിലാണ് നമ്മൾ പറയുന്നത്, മിനിറ്റിലാണ് പറയുന്നത്. അതായത് നമ്മൾ എന്തിലാണ് പറയുന്നത്, MA എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ എന്തിലായിരിക്കും കൊടുക്കുന്നത്, മിനിറ്റിലായിരിക്കും കൊടുക്കുന്നത്. MA കിലോ, അതായത് നമ്മളിപ്പോൾ MA കിലോഗ്രാം പെർ മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിലോ പെർ മിനിറ്റിലേക്ക് കിട്ടും. അപ്പോൾ പെർ സെക്കൻഡ് ആക്കണം. അതായത് MA ഇൻറ്റു CP ഇൻറ്റു എന്താണ് T3 മൈനസ് T2 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ കിലോ ജൂൾ പെർ എന്തിലാവും, സെക്കൻഡിലാവും, അല്ലെങ്കിൽ കിലോ വാട്ടിലാവും. ഇതൊക്കെ യൂണിറ്റ് കൺവേർഷനൊക്കെ പിന്നെ നോക്കാം. നമുക്ക് പവർ കണ്ടുപിടിക്കാൻ കിലോ ജൂൾ പെർ സെക്കൻഡിൽ വേണം എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്താൽ മതി, ആലോചിച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇതിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇത് മാത്രമല്ല, നമുക്കൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ റാമിങ്ങിൻ്റെ കേസിൽ കുറച്ച് കാര്യം കൂടെ പഠിക്കാനുണ്ട്. ഫ്രം 1 to 2 ദ റാമിംഗ് പ്രോസസ്. വൈൽ കൺസിഡറിങ് ദിസ് റാമിംഗ് പ്രോസസ് ദർ ആർ സം എന്താണ് പോയിൻറ്റ്സ് ടു ബി നോട്ടഡ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ റാമിംഗ് പ്രോസസ്സ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കയറുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഫ്രം 1 to 2, 1ൽ നിന്ന് 2 വായിക്കാം. കൈനറ്റിക് എനർജി ഇവിടെ വന്ന് കൈനറ്റിക് എനർജി 0 വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ H1 പ്ലസ് V1 സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു H2 പ്ലസ് V2 സ്ക്വയർ ബൈ 2. അത് പെർ കിലോഗ്രാം ആയതുകൊണ്ടാണ് ഇവിടെ H എന്ന് പറയുന്നത് എന്താൽപ്പി, V1 എന്ന് പറയുന്നത് V1 സ്ക്വയർ ബൈ 2 കൈനറ്റിക് എനർജി. ഹാഫ് M എവിടെ പോയെന്ന് ചോദിക്കരുത്, കാര്യം M-ന് 1 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതുകൊണ്ടാണ് M-ന് 1 ആയതുകൊണ്ടാണ് ഇവിടെ M ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ എന്താൽപ്പി പ്ലസ് കൈനറ്റിക് എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന റാമിങ്ങിൻ്റെ സ്ഥലത്ത് ഞാൻ ഇവിടെ തന്നെ എഴുതാം. അപ്പോൾ 1ഉം 2 ആണ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, H1 പ്ലസ് ഇവിടുത്തെ എന്താണ് V1 സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു ഇവിടെ എടുക്കുമ്പം H2 പ്ലസ് എന്തെന്ന് എഴുതാൻ പറ്റും, V2 സ്ക്വയർ ബൈ 2. ഇത് കൈനറ്റിക് എനർജിയാണ്. ഈ ഒരു സാധനം കൈനറ്റിക് എനർജിയാണ്. ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എൻതാൽപ്പി.
ഓക്കെ, അപ്പം ഈ കൈനറ്റിക് എനർജി V2-ൻ്റെ കാര്യം 0 എന്ന് പറയാം. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് റാമിന് അകത്തേക്ക് കയറുമ്പോൾ വെലോസിറ്റി 0, അതെല്ലാം പ്രശ്ന എനർജി ആയിട്ട് വരുന്നു. ദാറ്റ് ഈസ് H2 ഇപ്പുറത്തുണ്ട്, ഇതങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ H2 - H1 ഈസ് ഈക്വൽ ടു V1² എന്ന് പറയും. ദാറ്റ് മീൻസ് ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അവിടുത്തെ എന്തായി മാറുന്നു, എൻതാൽപ്പി ഡിഫറൻസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അവിടുത്തെ എൻതാൽപ്പിക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ്, ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എൻതാൽപ്പി ഡിഫറൻസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു വെലോസിറ്റി 0യിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഇതിൽ നമ്മൾ CP എന്ന് പറയുന്നത് CP × T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ H2-ൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം, CP × T2 മൈനസ് ഇവിടുത്തെ സ്ഥലത്ത് CP × എന്ന് കൊടുക്കാം T1 വിച്ച് ഇസ് ഈക്വൽ ടു V1² എന്ന് കൊടുക്കാം. അപ്പോൾ ഇതങ്ങ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ T2 ഓക്കെ, T2 ഈസ് ഈക്വൽ ടു ഞാൻ ഇപ്പോൾ T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു CP അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ V1² CP എന്ന് കൊടുത്തൂടെ. ഇനി ഇവിടെ നിന്ന് T2 എന്ന് പറയുന്ന സാധനമാണെങ്കിൽ T1 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ V1² CP പ്ലസ് T1 എന്ന് കൊടുത്തൂടെ. ഈ T2 എന്ന് പറയുന്ന ഈ ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് ദ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. ഈ നമ്മളെന്ന് പറയും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. ഈ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിൻ്റെ പ്രത്യേകത നിങ്ങളിത് CFF പഠിച്ചതാണ്. ഞാൻ ഇത് ആ ഒരു സമയത്ത് CFF-ൻ്റെ വീഡിയോസ് കണ്ടാൽ എന്താണ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് കറക്റ്റ് മനസ്സിലാവും. ഇപ്പോൾ അതിലോട്ട് ഇന്ന് അധികം പിടിക്കാതിരിക്കുന്നതുകൊണ്ടാണ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്. കാര്യം ഇത്രയേ ഉള്ളൂ, അവിടെ വെലോസിറ്റി എന്തായി വരുന്നു, 0യിലേക്ക്. അപ്പോൾ ഈ നടക്കുന്ന പ്രോസസ്സ് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് നടക്കുന്ന പ്രോസസ്സ് എന്നുള്ള രീതിയിൽ 1 to 2 നമ്മൾ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് ഐഡിയൽ കേസ് നടക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് സ്റ്റാഗ്നേഷൻ, നമ്മൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. അപ്പോൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാറ്റിക് ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ CFF പഠിച്ചിട്ടുണ്ട്. T2/T1 അവിടെ T0/T എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ T2 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് ആലോചിക്കുക. ആ T2 എന്ന് പറയുന്നത് T1 ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ പറയാൻ പറ്റും 1 + γ - 1/2 × m² എന്നെനിക്ക് പറയാനായിട്ട് പറ്റും. വാട്ട് ഈസ് T2/T1? T2 എന്ന് പറയുന്നതിന് പകരം T2 ഈസ് ആക്ച്വലി ഈക്വൽ ടു എന്താണ്, T2' ആണ്. അപ്പോൾ T2-ന് വരെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം T2'/T1 എന്ന് പറയാം. വേർ T2' എന്ന് പറയുന്നത് എന്ത് ടെമ്പറേച്ചറാണ്, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. അതേസമയം ആഫ്റ്റർ റാമിങ്, അതായത് ആഫ്റ്റർ റാമിംഗ് പ്രോസസ്സിന് ശേഷം T1 എന്ന് പറയുന്നത് എന്ത് ടെമ്പറേച്ചറാണ്, സ്റ്റാറ്റിക് ടെമ്പറേച്ചർ എന്ന് പറയും. ബിഫോർ റാമിംഗ് അല്ലെങ്കിൽ ആംബിയൻ ടെമ്പറേച്ചർ എന്നും പറയാം. ഓക്കെ, ആ ആംബിയൻ ടെമ്പറേച്ചറാണ് T1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ M എന്ന് പറയുന്ന മാക് നമ്പറാണ്. M കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം, വെലോസിറ്റി ഡിവൈഡഡ് ബൈ എന്താണ്, അക്വസ്റ്റിക് വെലോസിറ്റി A ആണെന്നറിയാം. ഈ അക്വസ്റ്റിക് വെലോസിറ്റി ഇത് നിങ്ങൾ CFF പഠിക്കുന്നതാണ്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സോണിക് വെലോസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ അക്വസ്റ്റിക് വെലോസിറ്റി എന്ന് വിളിക്കും, അല്ലെങ്കിൽ സൗണ്ട് വെലോസിറ്റി എന്ന് പറയാം. A കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √r × T1, അതായത് ഇൻലെറ്റിലെ ടെമ്പറേച്ചർ T1 ആയതുകൊണ്ട് 1 ആയതുകൊണ്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ 1 ആയതുകൊണ്ട് ദ ടെമ്പറേച്ചർ ഈസ് T1, ദെൻ A ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ യൂസിങ് ദ ഇക്വേഷൻ γr T1 വേർ ഗാമ ഈസ് 1.4, R ഈസ് എന്താണ് 287 ആൻഡ് T1 ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, A എന്ന് പറയുന്ന അക്വസ്റ്റിക് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഫ്ലോ വെലോസിറ്റി, ഇവിടെ വന്ന് കയറുന്ന എയറിന് ഒരു ഫ്ലോ വെലോസിറ്റി ഉണ്ട്, ആംബിയൻ്റ് എയർ വെലോസിറ്റി. ആ വെലോസിറ്റിയും നമ്മുടെ എന്താണ് A എന്ന് പറയുന്ന അക്വസ്റ്റിക് വെലോസിറ്റിയും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എന്താണെന്ന് പറയും, ഡെറിവേഷൻ ഞാൻ പറയുന്നില്ല, വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് മാക് നമ്പർ. ആ മാക് നമ്പർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ M എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്, മാക് നമ്പർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എന്തിൽ കൂടുതലായിട്ട് പഠിക്കുക, CFF നല്ലപോലെ പഠിക്കാനാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു ഒഴുക്കം പെട്ടില്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോയത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ പറയാം, ഇവിടെ ഇത്ര പറയാനേ ആവശ്യമുള്ളൂ. അപ്പോൾ മാക് നമ്പർ എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്നോ ടെമ്പറേച്ചർ ആഫ്റ്റർ റാമിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ടെമ്പറേച്ചർ ആഫ്റ്റർ റാമിംഗ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, 1 + γ - 1/2 × m². അപ്പോൾ ഈ 1 + γ - 1/2 × m² എന്ന് പറയുന്ന ഈ ഒരു 1 + γ - 1/2 × m² എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എമ്മിൻ്റെ വാല്യൂ വിൽ ബി V/A, അല്ലെങ്കിൽ നമുക്ക് A ഈസ് ഈക്വൽ ടു √γ(T) എന്നും പറയാം. വേർ ഗാമ കോൺസ്റ്റൻ്റ് ആണ്, R കോൺസ്റ്റൻ്റ്. T എന്ന് പറയുന്നത് ഇൻലെറ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആംബിയൻ്റ് എയർ ടെമ്പറേച്ചർ ആണ്. T1 നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. V എന്ന് പറയുന്നത് ഈ വരുന്ന എയറിൻ്റെ വെലോസിറ്റിയാണ്. പിന്നെ മാക് നമ്പർ ഉണ്ടെങ്കിൽ, അപ്പോൾ V/A വെച്ച് മാക് നമ്പർ ഉണ്ടെങ്കിൽ ഗാമ എല്ലാം അറിയാമെങ്കിൽ T2/T1 ഒരു വാല്യൂ കിട്ടും. അവിടെ നമുക്ക് T2 കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷനും കൂടെ ഇതിൽ എന്ത് ചെയ്യുന്നേ ഉള്ളൂ, പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിലേക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു പ്രോസസ്സ്, അതായത് നമ്മുടെ ഈ ഒരു സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റം ഇതെങ്ങനെയാണ്, നമ്മൾ ഇതിൻ്റെ 2-3 പ്രോബ്ലംസും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതങ്ങ് പിടിയിട്ടും. ഈ സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പ്രോബ്ലംസും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ബാക്കി എല്ലാത്തിലും ചെറിയ മോഡിഫിക്കേഷൻസേ വരത്തുള്ളൂ. ആ മോഡിഫിക്കേഷൻസ് പഠിച്ചങ്ങ് സിമ്പിളായിട്ട് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എന്താണ്
ഈ തിയറി പറയുമ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം, എൻ്റെ നോട്ട് അപ്ലോഡ് ചെയ്തേക്കാം. അതേപോലെ ഇതിൻ്റെ പ്രോബ്ലംസും വളരെ